ഫ്രാൻകോയിസ് ലെറ്റക്സിയർ ആരാണ്? ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ തപ്പിയ പേരാണ്. അർജൻറ്റീന ഈജിപ്ത് മാച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ തപ്പിയിട്ടുള്ള പേരാണ് ഇയാളൊരു ഫ്രാൻസുകാരനായിട്ടുള്ള ഫ്രഞ്ച് റഫറിയാണ്. പക്ഷേ ഈ കളിയിൽ ഈജിപ്തിനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ അല്ലെങ്കിൽ ഈജിപ്തിനെ ഒതുക്കാൻ വേണ്ടി അർജൻറ്റീനയ്ക്ക് അനുകൂലമായിക്കൊണ്ട് മാത്രം വിധി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നാകെ അക്രമം നേരിട്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പൂട്ടിയിട്ട് ഓടിപ്പോയ ആളാണ് ഫ്രാൻകോയിസ് ലെറ്റക്സിയർ. അദ്ദേഹത്തിനെതിരെ പ്രാഥമികമായ ഒരു അന്വേഷണം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് FBI അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ ഒരു അന്വേഷണം, മണി ലോണ്ടറിങ്, മണി വാഷിങ്ങിനെതിരെയൊക്കെ ഒരു അന്വേഷണം വരുന്നുണ്ട്, അതും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട ഒരു വാർത്തയാണ്, ഫുട്ബോൾ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കാൻ പോകുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ കളി കഴിഞ്ഞു, അവർ ഫിനിഷ് ആയതുകൊണ്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഓക്കെ, ആ പോയതുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനോ വേൾഡ് കപ്പിൽ നിന്ന് എക്സിറ്റ് ആയതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നടന്നൊരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ലോസ് ഓഫ് ഫിഫ ആഫ്റ്റർ ദ എക്സിറ്റ് ഓഫ് CR7 അല്ലെങ്കിൽ ക്രിസ്ത്യാനോ എന്ന് അടിച്ചു നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇത് ഗൂഗിളിൽ അടിച്ചോ അല്ലെങ്കിൽ സൈറ്റിൽ അടിച്ചു കൊടുത്താൽ മതി, ChatGPT എന്തെങ്കിലും നോക്കി കൊടുത്താൽ മതി. ദ ഡീറ്റെയിൽസ് ഓഫ് ലോസ് ഓഫ് ഫിഫ ആഫ്റ്റർ CR7 എക്സിറ്റ്. CR7 അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിയിൽ നിന്ന് പോയതിന്, അദ്ദേഹം വീട്ടിലേക്ക് പോയതിന് ശേഷം ഫിഫക്കുണ്ടായ നഷ്ടങ്ങളുടെ ഒരു പട്ടിക എന്ന് പറഞ്ഞു വരുന്നത്, ഹിസ് എക്സിറ്റ് ട്രിഗേർഡ് ആൻ ഇമ്മീഡിയറ്റ് 31.5% ഡ്രോപ്പ് ഇൻ ആവറേജ് resale prices of 4 quarter-final matches as fans sold off seats previously purchased to see the legendary star in action. അതായത് 32% ടിക്കറ്റ് വിലയിൽ ഇടിവുണ്ടായത്. കാരണം ആദ്യം വാങ്ങിയ $3000 വാങ്ങിയ ടിക്കറ്റിൽ $1000 വരെ വിറ്റ് തൊലച്ചു. ആര്? ഫുട്ബോൾ പ്രേമികൾ അഥവാ CR7 ആരാധകർ അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാൻസ് എന്ന് പറയുന്ന അദ്ദേഹം ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷേ അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ട് മാത്രം വരുന്ന ആൾക്കാർ ടിക്കറ്റ് മറച്ചു വിറ്റതും ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ലൈവ് കാണുന്ന ആൾക്കാരുടെ ഇടിവും കൊണ്ടുണ്ടായ നഷ്ടമാണ് ഈ പറഞ്ഞ 32%. അത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു $600 മില്യൺ ഒക്കെ വരുന്നതാണ് പറയുന്നത്. The elimination of Ronaldo marked an end of an era. 5-time Ballon d'Or winner through he has not made a definitive decision. Okay. ഇതിലിപ്പോൾ മെയിനായിട്ട് ടിക്കറ്റ് പ്രൈസ്, അതുപോലെ ഗ്ലോബൽ വ്യൂവർഷിപ്പിൽ ഇത് രണ്ടിലാണ് പ്രശ്നം. ടിക്കറ്റിൻ്റെ പ്രൈസ്, പ്ലാറ്റ്ഫോംസ് ലൈക്ക് സീറ്റ് പിക്ക് ആൻഡ് ടിക്ക് പിക്ക് റിപ്പോർട്ടഡ് സെക്കൻഡറി മാർക്കറ്റ് ടിക്കറ്റ് ഡിമാൻഡ് പ്ലമ്മേഡ്. അതായത് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ടിക്കറ്റ് വാങ്ങിയിട്ട് മറച്ചു വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്, അതൊക്കെ ഠും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണു റൊണാൾഡോ പോയപ്പോൾ. അതുപോലെ തന്നെ ഗ്ലോബൽ വ്യൂവർഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ലോസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിഫ വളരെയധികം കഷ്ടപ്പാടിലേക്കാണ് പോകുന്നത്, CR7 പോയത് കൊണ്ട് മാത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അർജൻറ്റീനയും ഈജിപ്തും തമ്മിലുള്ള മാച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫിഫയുടെ മാനസിക വിഷമം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഫിഫ ഈജിപ്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വംശീയപരമായിട്ട് ഇവർ മുന്നിട്ട് പോകരുത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്ത കളിയല്ല ഇത്. മറിച്ച് അവരെ ബിസിനസ്സിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കേസാണ്. CR7 പോയി, PKR എന്ന വൻമരം വീണു, ഇനി ആര് എന്ന ചോദ്യത്തിന് മുമ്പിൽ ജിതിൻ രാമചന്ദ്രൻ, PKRൻ്റെ മകൻ ജതിൻ രാമചന്ദ്രനാണ് മുമ്പിലുള്ളത് എന്ന് പറഞ്ഞ പോലെ ആകെ ഇനിയുള്ളത് ഈ മെസ്സിക്കുട്ടനാണ്. ഇവനെയും കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ CR7ഉം മസിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഒരു ശൂന്യതയായിരിക്കും പിന്നെ വേൾഡ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ മുമ്പിൽ, ഫിഫയുടെ മുമ്പിൽ ഉള്ളത് പരിപൂർണമായ ശൂന്യതയായിരിക്കും. ആ ശൂന്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സിയെ അവസാനം വരെ വെക്കണ ഇവർക്ക്. CR7 പോയി, ഇനി മെസ്സിയെ ഫൈനൽ വരെ തലോടി കൊണ്ടുപോയാലും മാത്രമേ ബാക്കിയുള്ള വ്യൂവർഷിപ്പും ബാക്കിയുള്ള ടിക്കറ്റ് റേറ്റും അവിടെ കിടക്കൂ എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കിയ ജിയാനി ഇൻഫാൻറ്റീനോ, നമ്മുടെ ഇൻഫാൻറ്റീനോ സാർ, മുട്ടത്തലയൻ സാറുണ്ടല്ലോ ഫിഫയുടെ പ്രസിഡൻറ്റ്, ഇൻഫാൻറ്റീനോ ആണ് ഒരു ഐഡിയ കണ്ടെത്തിയത്. തൽക്കാലം
വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാലേ എന്ന് പറഞ്ഞ പോലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് വേണ്ടതും മെസ്സിയുടെ വിജയം, ഫിഫക്ക് വേണ്ടതും മെസ്സിയുടെ വിജയം. അപ്പോൾ ആ പാലാണ് നമ്മൾ എന്ത് കണ്ടത്? നമ്മൾ ഫ്രാൻകോയിസ് ലെറ്റക്സിയറിലൂടെ ഈജിപ്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ട പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലാണ് ആ പാൽ. മനസ്സിലായോ? ഇനി അത് വിശദമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ കുറച്ച് കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അത് പ്രത്യേകിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ചെറിയൊരു ഫൗള് മെസ്സിക്കെതിരായിട്ട് ഒരു തട്ടലോ ഉണ്ടലോ ഉണ്ടായപ്പം തന്നെ അവിടെ പെനാൽറ്റി വിളിച്ചു. മെസ്സിയോട് പറഞ്ഞ അടി ഒളിഞ്ഞ്. ഏത് പോലീസ് വെറുതെ അല്ല വെക്കടാ വെടി പോലീസ് എന്ന് പറഞ്ഞ പോലെ മെസ്സിനോട് പറഞ്ഞ അടിക്കടാ ഗോൾ എന്ന് പറഞ്ഞിട്ട് റഫറി ചാൻസ് കൊടുക്കുന്നു. മെസ്സി അത് ഒഴിവാക്കി, കിട്ടിയില്ല, അത് ഗോളി പിടിച്ചു, അത് വേറെ വിഷയം. അതേപോലത്തെ ഒരു ഫൗൾ അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടായപ്പോൾ മെസ്സിക്ക് ഗോളിക്ക് റഫറിക്ക് കണ്ണ് കാണാൻ വയ്യ. വേറൊരു തക്കത്തിൽ ഇവരിവിടുന്ന് കളിയെടുത്ത് ഇവരുടെ അർജന്റീനയുടെ പോസ്റ്റിൽ നിന്ന് ബോളും കൊണ്ട് ഈജിപ്ത് പിള്ളേർ അങ്ങ് കൊണ്ടുപോയിട്ട് സാല അടക്കമുള്ള പിള്ളേർ അങ്ങ് എത്തിച്ചിട്ട് ഒരു ഗോളടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഗോൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം VAR വെച്ചിട്ട് എന്താക്കി? ഗോള് അല്ല, അത് ഇവിടെ ഒരു ഫൗള് നടന്നിട്ടുണ്ട്, ആ ഫൗളിന് വകവെക്കാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് ഗോളടിച്ചാന്ന് പറഞ്ഞിട്ട് ആ ഗോള് ഇല്ലാതാക്കി. 3-0 എന്നുണ്ടായിരുന്നത് 2-0 ആ ഗോള് അംഗീകരിച്ചില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഈ ഒരു കോൺടാക്സ്റ്റ് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ, അതായത് ബിസിനസ് വശം തകർന്നുകൊണ്ടേയിരിക്കുന്നു. CR7 പോയി, മെസ്സിയെ ഇനി പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, കളി എങ്ങനെയെങ്കിലും ഇവർക്ക് അനുകൂലമാക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും, പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ ഒരു കളിക്കാരനെതിരെ റെഡ് കാണിച്ച ഗോളിക്കെതിരെ വൻ വിഷയമാക്കുകയും ആ ഗോള് ഒരിക്കലും ആ റെഡ് കാർഡ് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ റെഡ് കാർഡിനെ 1 വർഷത്തേക്ക് മാറ്റിവെക്കാൻ പ്രസിഡന്റ് ഇവനെ വിളിച്ചിട്ട്, നമ്മുടെ ഇൻഫാൻറ്റോനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ തൽക്കാലം ആ റെഡ് കാർഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കൂ, അത് പിന്നത്തേക്ക് മാറ്റി വെക്കാം, തൽക്കാലം നമ്മളെ പയ്യൻ കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിഡൻറ്റിൻ്റെ വക ഒരു സംഭവം വേറെയുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് മെസ്സിക്ക് ഇപ്പോഴുള്ള തലവേദന, അല്ലെങ്കിൽ അർജൻറ്റീന കളിക്കുള്ള തലവേദന എന്ന് വെച്ചാൽ, ലോകത്തുള്ള വേട്ടാവളിയന്മാരൊക്കെ വന്നിട്ട് പറയാം ഞങ്ങൾ അർജൻറ്റീനയാണ്, ഞങ്ങൾക്ക് അർജൻറ്റീന ജയിച്ചാൽ മതി എന്ന് പറയുന്നതും കൂടി കൊണ്ട് പ്രഷറും സ്ട്രെസ്സും സ്ട്രെയിനും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു കേസാണ് നെതന്യാഹു ഒക്കെ കാണിക്കുന്നത്. നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം. זה הזמן היחיד שלנו באמת לדבר, ואחרי שאנחנו מדברים אז אני מחפש את ארגנטינה. כן? אתה יודע למה? מסי, אני יכול לנחש? לא, לפני זה דווקא יש להם נשיא שהוא אגב חב"דניק. הוא כוכב עליון, באמת כוכב עליון, הוא עשה שם דברים מדהימים בכלכלה שלהם על ידי אימוץ עקרונות כלכלה חופשית, אנחנו אוהבים לדבר על זה, אבל מילה הוא ידיד ענק של ישראל, והוא הביא נבחרת לא רעה, הייתי אומר בכלל, זה לא רע שיש שם אחד כמו מנוסה כזה, ותיק, יודע, תראה, זה הזמן היחיד שלנו באמת לדבר, ואחרי שאנחנו מדברים אז אנחנו מסתכלים על... എന്താ വേട്ടാവളിയും പറയുന്നതെന്ന് വെച്ചാൽ, മെസ്സി അടങ്ങുന്ന അർജൻറ്റീന ലോകകപ്പ് നേടണം. അത് മെസ്സിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ട 2-3 വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ. അതുകൊണ്ട് അർജൻറ്റീന ലോകകപ്പ് നേടുന്നത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് FBI അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ അസോസിയേഷൻ AFAക്കെതിരെ ഒരു പ്രിലിമിനറി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണി ലോണ്ടറിങ് ആൻഡ് ഫ്രോഡ്. അതായത് പല ബാങ്കുകളിൽ, അമേരിക്കയിലുള്ള പല ബാങ്കുകളിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് കുമിഞ്ഞു കൂടുകയാണ് പൈസ. അതായത് കോടിക്കണക്കിന് ഡോളർ, പറയുന്നത് $300 മില്യൺ
ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വന്ന് അടിയാണ്. ആ എമൗണ്ട് AFA അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അത് ഫിഫക്ക് സാധാരണ ഫിഫ എല്ലാവരും സഹായിക്കാം. ഫിഫയാണ് ഏറ്റവും വലിയ ഫണ്ടിങ് സോഴ്സ്. ആ ഫിഫക്ക് വരെ പൈസ കൊടുക്കാൻ തക്കത്തിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ വളർന്നോ? മെസ്സിയെ മുൻനിർത്തിക്കൊണ്ട് ഈ ചൂതാട്ടം നടത്തുന്നത് ആര്? ഏതൊക്കെ കമ്പനികൾ, ആരുമായി ബന്ധപ്പെട്ട കമ്പനികളാണ് ഈ പൈസ ഈ കമ്പനി ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡ്, മണി ലോണ്ടറിങ് സൈഡ് അമേരിക്ക ഇത്ര നാളും വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അന്വേഷണം കഴിയുമ്പോഴേക്ക് വന്നവനും നിന്നവനും പോയവനും കളി കണ്ടവനും കളി കാണാൻ വന്നവനും കളിപ്പിച്ചവനും എല്ലാത്തിനെയും പൊക്കും. മനസ്സിലായില്ലേ? ഇത് കളി വേറെയാണ്. ട്രംപാണ് കളിക്കുന്നത്. ട്രംപാണ് എല്ലായിടത്തും അടിച്ചു മാറ്റാം. ട്രംപിൻ്റെ ഹബ്ബിൽ വന്നിട്ട് കളിക്കാൻ നിന്നാൽ എല്ലാത്തിനെയും പൊക്കും. അതാണ് ഇപ്പോഴത്തെ വിഷയം. അതായത് ഈ ഒരു ഫണ്ടിങ്ങിൻ്റെ ഇത്രയും വലിയ എമൗണ്ട് വന്നതും നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കഥകളൊക്കെ കൂട്ടിക്കുഴച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ സെറ്റപ്പിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആസ് ഓൺ ടുഡേ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഈ അസോസിയേഷൻ്റെ ഈ ഒരു വാർത്തയും കൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും എവിടെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇതും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഓൺലൈനിൽ വാർത്തകൾ ലഭ്യമാണ്. എല്ലാ ഡീറ്റെയിൽസും പ്രൂഫും ഒക്കെ ലഭ്യമാണ്. നമ്മളടുത്ത് ഉണ്ടാക്കിയെടുത്ത വാർത്തയൊന്നുമല്ല. The Federal Bureau of Investigation (FBI) and the US Department of Justice (DOJ) have launched a preliminary investigation into Argentina Football Association over allegations of bank fraud and money laundering. The core allegations: massive fund movement. Federal agents are tracing more than $300 million in Argentina Football Association revenue routed through the United States banking system. The investigation centers heavily on AFA President Claudio Tapia and a Florida-based company, Tor Prod Enter LLC, which administers the collection of association international commercial and sponsorship contracts. ഒരുപാട് ബാങ്കുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക, JP Morgan Chase, സിനോവസ്, PNC ബാങ്ക്, ഒരുപാട് ബാങ്കുകളെ പൊക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 300 മില്യൻ്റെ കളിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഒരുപാട് കേസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്നുണ്ട്. The ongoing probe has created an intense off-field distraction while Argentina national team competes in 2026 FIFA World Cup. However, AFA North American representative publicly demanded respect for the presumption of innocence. അവർ പറയുന്നുണ്ട്, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കളി കാണുന്നേ ഉള്ളൂ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ വന്ന കോടികളുടെ എമൗണ്ട് എങ്ങനെ വന്നു, ഇതൊക്കെ ആർക്ക് കൊടുത്തു, ഏതൊക്കെ സ്പോൺസർഷിപ്പ് വന്നു, മെസ്സിക്ക് എത്ര വന്നു, കമ്പനിക്ക് എത്ര വന്നു, അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എത്ര വന്നു, ഈ പണമൊക്കെ നിങ്ങൾ എവിടെ ചെലവഴിച്ചു, ആർക്കൊക്കെ കൊടുത്തു, ഇത് കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ, റഫറികളെ വാങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, ഫിഫയുടെ പ്രസിഡൻറ്റിന് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിടുന്നത്. അപ്പോൾ ചില്ലറമായ കാര്യമല്ല. എല്ലാവരും ലോക്കാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ഇൻഫാൻറ്റിനോ ചിലപ്പോൾ രാജിവെച്ചേക്കാം എന്നുവരെയുള്ള വാർത്തകൾ അലയടിക്കുന്നു. അത് പറഞ്ഞാൽ അതിൻ്റെ ഇടക്കാണ് ഇതുപോലുള്ള വേട്ടാവളിയന്മാർ വന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത്. കണ്ടില്ലേ? ഈ അഭിപ്രായമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ അഭിപ്രായം ഡേഞ്ചറസ് ഓഫ് ദ ഡേഞ്ചറസ്. അയാൾ പറയുന്നത് വെച്ചാൽ ലോകകപ്പ് അർജൻറ്റീന നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് നെതന്യാഹു. കാരണം മെസ്സിയല്ല, വേറൊരാൾ. അതവൻ്റെ ഒരു അഭിപ്രായമാണെന്ന് നമുക്ക് കരുതി വെക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വാർത്ത പറഞ്ഞെന്താണെന്ന് വെച്ചാൽ
the President of the United States himself admitted to improperly influencing the President of FIFA. It was just so blatant, so outrageous. So that's why we decided to submit this letter to call on as well the European member associations to put pressure on FIFA to carry out an investigation. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. അമേരിക്കയുടെ ഒരു താരത്തിനെതിരെ റെഡ് കാർഡ് വന്നു. അപ്പോൾ തന്നെ ട്രംപ് വിളിച്ച് പറയാണ്, മക്കളെ നമ്മളെ പയ്യനാണ്, റെഡ് കാർഡ് വാങ്ങി മാറ്റി വെച്ചേക്ക്, അവനെ കളിക്കാൻ വിട്ടേക്ക്. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഇൻഫാന്റീനോ അത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഫെയർ സ്ക്വയർ എന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഇൻഫെന്റീനോയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതാ നിയമങ്ങളുടെ ആവർത്തിച്ചുള്ള ലംഘനം ചൂണ്ടിക്കാട്ടി IOCക്ക് പരാതി നൽകിയത്. ഫിഫ വാർഷിക സമാധാന പുരസ്കാരം ഏർപ്പെടുത്താനും അത് ട്രംപിന് നൽകാനുമുള്ള തീരുമാനം ഫിഫ കൗൺസിലിന്റേതായിരുന്നോ അതോ ഇൻഫെന്റീനോ ഏകപക്ഷീയമായി എടുത്തതാണോ എന്നും അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് ഗുരുതര അധികാര ദുർവിനിയോഗമായി കണക്കാക്കപ്പെടും. ഫിഫയുടെ പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 15 ഇൻഫെന്റീനോ ലംഘിച്ചുവെന്നാണ് ആരോപണം. ചട്ടപ്രകാരം ഫിഫയുമായി ബന്ധപ്പെട്ടവർ ഔദ്യോഗിക കാര്യങ്ങളിൽ രാഷ്ട്രീയമായി നിഷ്പക്ഷത പാലിക്കണം. നിയമലംഘനം നടത്തുന്നവർക്ക് കുറഞ്ഞത് 10 ലക്ഷം രൂപ പിഴയും ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും 2 വർഷം വരെ വിലക്കും ലഭിക്കാം. ഇൻഫെന്റീനോയ്ക്കെതിരായ പരാതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂറോപ്യൻ പാർലമെന്റിലെ 50 അംഗങ്ങൾ ഫിഫ എത്തിക്സ് കമ്മിറ്റിക്ക് കത്തെഴുതിയതായി ഫെയർ സ്ക്വയർ വെളിപ്പെടുത്തി. അമേരിക്കൻ താരം ബലോഗന്റെ വിലക്ക് പിൻവലിക്കുന്നതിൽ ട്രംപിന്റെ ഇടപെടലുകൾക്കും ഫിഫ വഴങ്ങിയിരുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, മനോരമ ന്യൂസ്. അമേരിക്ക ഇപ്പോൾ താരങ്ങൾക്ക് വിലക്ക് കൊടുക്കാതിരുന്നാലോ, അമേരിക്കക്ക് ഒരു ഗോൾ എക്സ്ട്രാ വെറുതെ കൊടുത്തെന്ന് പറഞ്ഞാലൊന്നും അമേരിക്ക ഒന്നും നേടാനൊന്നും പോകുന്നില്ല. ഇത് ഇയാളുടെ ഈ കളവൻ്റെ ഒരു ആഗ്രഹം കളവൻ നടപ്പിലാക്കിയെന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ള വിഷയം വരുന്നത് ഫുട്ബോൾ എന്ന ഒരു സ്പോർട്സിനെ സ്നേഹിക്കുന്ന, കറകളെന്ന് സ്നേഹിക്കുന്ന ഒരുപാട് കായിക പ്രേമികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അവരുടെയൊക്കെ മനസ്സിന് ഫുട്ബോൾ എന്ന കളിക്കുണ്ടാക്കുന്ന കളങ്കം, ആ ഒരു ഗെയിമിൻ്റെ റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്ന കേടുപാട്, അത് എത്ര വർഷം കഴിഞ്ഞാലും തീരാൻ പാടാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു മെസ്സി ജയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു FBI ഒരു കേസിട്ട് അർജന്റീനയ്ക്ക് അന്വേഷിക്കുന്നതോ ഇതൊന്നുമല്ല വിഷയം. ഇവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷപാതപരമായ റഫറികൾ പെരുമാറുമ്പോൾ ഗോളായതിനെ ഗോളാക്കാതിരിക്കുകയും ഫൗളല്ലാത്തതിനെ ഫൗളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഫുട്ബോൾ എന്ന കളിയിലുള്ള വിശ്വാസ്യത, ആ കളിയുടെ ഒരു സന്തോഷം, അത് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവന്മാരുടെ പേക്കൂത്ത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.